ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത റിസൾട്ട് എനിക്ക് വേറെ ഒന്നിനും കിട്ടിയിട്ടില്ല കേട്ടോ. എങ്ങനെ ഒരു 1 വീക്ക് എടുക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 മന്ത് എടുക്കാറുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് ഇൻസ്റ്റൻറ്റ് ഗ്ലോ വന്നിട്ടുണ്ട്. എന്തായാലും കൊറിയൻ സ്കിൻ കെയർ റൂട്ടീൻ കൊള്ളാം കേട്ടോ. അവരുടെ ഫേസ് പാക്കും സൂപ്പറാണ്. ഹലോ, ഞാൻ കുറേ നാളായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പാക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഇന്ന്. കൊറിയൻ സ്കിൻ കെയർ റൂട്ടീൻ നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് അല്ലേ. അപ്പം അവരുടെ ഒരു ഫേസ് പാക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫേസ് പാക്കിനേക്കാളും ഒരുപാട് റിസൾട്ട് ഉണ്ടെന്നാണ് ഞാനിങ്ങനെ കണ്ടത്. അപ്പം ഞാൻ ഒന്ന് ട്രൈ ചെയ്താൽ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫേസ് പാക്കിന് വേണ്ടി 1 സ്പൂൺ റൈസ് ഫ്ലോർ, അതായത് അരിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ 1 സ്പൂണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഒരു സാധനമുണ്ട്, കൊക്കോ പൗഡർ. അതായത് ചോക്ലേറ്റ് പൗഡർ. ഈ കൊക്കോ പൗഡറും ഈ റൈസ് ഫ്ലോറും ഒരുപാട് സ്കിന്നിന് ബെനിഫിറ്റ്സ് തരുന്ന സാധനങ്ങളാണ് കേട്ടോ. സ്കിൻ വൈറ്റനിങ്ങിനാണെങ്കിലും സൺ ടാൻ മാറാനൊക്കെ നല്ലതാണ്. നല്ലൊരു ബ്രൈറ്റ് ആവാനും അതുപോലെ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. പിന്നെ പാലിൽ ഓഫ് കോഴ്സ് ലാക്റ്റിക് ആസിഡ് ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും സ്കിൻ വൈറ്റനിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു ക്ലെൻസറും കൂടെയാണ് കേട്ടോ ഈ ഒരു പാലെന്ന് പറയും. അപ്പോൾ ഇത് മൂന്നും കൂടെ ഞാൻ പാലിൽ മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കിയിട്ട് നല്ല ചോക്ലേറ്റിൻ്റെ അതേ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. കഴിക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ കൊക്കോ പൗഡർ മേടിക്കുമ്പോൾ എപ്പോഴും സ്വീറ്റ് അല്ലാത്തത് മേടിക്കണം കേട്ടോ. നല്ല കൊക്കോ പൗഡർ മേടിച്ച് വെക്കണം. പിന്നെ ആദ്യം അവർ ചെയ്യുന്നത് ഈ പാക്ക് ഇടുന്നതിന് മുമ്പ് എക്സ്ഫോളിയേറ്റ് ചെയ്യട്ടോ സ്കിൻ. അതായത് ചൂടുവെള്ളം എടുക്കുന്നുണ്ട്. ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു ടവലോ ഒരു എന്തെങ്കിലും വെറ്റ് ടിഷ്യൂ എന്തെങ്കിലും എടുത്തിട്ട് ആ ഒരു ചൂട് ഇങ്ങനെ മുഖത്ത് ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ട് താഴെ നിന്ന് മുകളിലേക്കുള്ള ആ ഒരു കണ്ടോ ഈ ഒരു പൊസിഷൻ ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് തുടയ്ക്കുന്നുണ്ട്. അത് എക്സ്ഫോളിയേറ്റ് ആവാൻ വേണ്ടി സ്കിന്നൊന്ന്, നമ്മൾ സാധാരണ സ്കിന്ന് എന്താ പറയുക മുഖത്ത് സ്റ്റീം ചെയ്യാറുണ്ട്, അതിന് പകരം ഇങ്ങനെ ചെയ്ത് നോക്കുക. അവരുടെ ഒരു സ്കിൻ ബ്യൂട്ടി സീക്രറ്റാണ് കേട്ടോ. അപ്പം പിന്നെ ഞാൻ ക്ലെൻസറിന് പകരം പാൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരു കോട്ടണിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടിഷ്യൂലോ ഏതെങ്കിലും സോഫ്റ്റ് ഒരു എന്താ പറയുക ക്ലോത്തിലെങ്ങാണ്ട് മുക്കിയിട്ട് ഇങ്ങനെ മുഖത്ത് കുറച്ച് നേരം വെക്കണം കേട്ടോ. ഒരു മിനിറ്റ് വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒപ്പിക്കളയുക. ഒരു ഇത് വെച്ചിട്ട് ആ മുഖത്ത് തന്നെ അത് പിടിച്ചോളൂ കേട്ടോ. പിന്നെ ഒരു ഐസ് ക്യൂബ് വെച്ച് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം പോസൊക്കെ ഓപ്പൺ ആയല്ലോ, അപ്പോൾ ഒന്ന് ക്ലോസ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഐസ് ക്യൂബ് വെച്ചിട്ട് ഞാൻ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് മുഖത്തുള്ള വെള്ളം നന്നായിട്ട് കളയണം. ഓരോന്നിനും കുറച്ച് സെക്കൻഡ്സ് സമയം കൊടുക്കണം, ഒരു മിനിറ്റെങ്കിലും കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തയ്യാറാക്കി വെച്ച പാക്ക് ഉണ്ടല്ലോ, ആ ഒരു ഫേസ് പാക്ക് ഞാൻ മുഖത്ത് മുഴുവൻ ഇട്ട് കൊടുക്കണം കേട്ടോ. ശരിക്കും ആ ഒരു മിൽക്ക് വെച്ചിട്ടുള്ള ക്ലെൻസിങ്ങും എക്സ്ഫോലിയേറ്റും ഒക്കെ ചെയ്തിട്ട് നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സ്റ്റെപ്പ് അവരുടെ സ്കിൻ കെയർ റൂട്ടീനിൽ വെച്ചാൽ എക്സ്ഫോലിയേഷനാണ്. അത് വെച്ചാൽ ആ ഒരു ചൂടുവെള്ളത്തിൽ മുക്കിയിട്ടുള്ള ഒരു ക്ലോത്ത് മുഖത്തിങ്ങനെ പിടിച്ചു കൊടുക്കണം. അപ്പോൾ തന്നെ ശരിക്കും നമ്മുടെ ആ പോസൊക്കെ ഒന്ന് ഓപ്പണായി ഡേർട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, മുഖത്തുള്ള ഓയിലൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട്. അത് ആക്ച്വലി ഡെയിലി ചെയ്യണം നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ CTM ഒരു റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യണം, നല്ലതായിരിക്കും. പിന്നെ എപ്പോഴും പാച്ച് ടെസ്റ്റ് നടത്തണം കയ്യിൽ കേട്ടോ. ഏത് ഫേസ് പാക്ക് ഇടുമ്പോഴും നിങ്ങൾക്ക് അലർജിക് ആണോ നോക്കാൻ വേണ്ടിയിട്ടാണ്. പ്രശ്നം അല്ലെങ്കിൽ മാത്രം മുഖത്തിടാവുള്ളൂ. ഒന്ന് ഉണങ്ങിയ ശേഷം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യണത് നല്ലതാണ് കേട്ടോ. കാരണം റൈസ് ഫ്ലോർ ഉള്ളതുകൊണ്ട് ആ ഒരു എനിക്ക് തോന്നുന്നു നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോകുന്നു. ശരിക്കും നല്ല റിസൾട്ട് വന്നു കേട്ടോ. എനിക്ക് ഫസ്റ്റ് യൂസിന് തന്നെ എനിക്ക് ഇതുവരെ ഇതേപോലെ ഒരു ഫേസ് പാക്ക് ഇത്ര പെട്ടെന്ന് റിസൾട്ട് വന്നിട്ടില്ല. ശരിക്കും ഞാനത് എഡിറ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് അങ്ങനെ തന്നെ ഇടണമെന്ന് തോന്നി വീഡിയോ എടുത്തിട്ട്, അതുകൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുക. കാരണം അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഡിഫറൻസ്. നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. റൈസ് ഫ്ലോറും മിൽക്കും എന്തായാലും നല്ല ഗുണങ്ങളാണ്, പ്ലസ് ചോക്ലേറ്റ് പൗഡർ. പിന്നെ ഞാൻ ഇദ്ദേഹത്തിനെയും കൂടി ഇരുത്തുന്നുണ്ട്. ഇങ്ങനെ ആകെ ടാൻ അടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കല്യാണത്തിനൊക്കെ പോയി വന്നപ്പോഴേക്കും നാട്ടിലൊക്കെ പോയി വന്നപ്പോഴേക്കും വെയിൽ കൊണ്ട് ആകെ മോശമായിട്ട് ഇരിക്കുമായിരുന്നു സ്കിന്ന്. ആൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ആണുങ്ങൾക്ക് ഇട്ട് കൊടുക്കുമ്പോഴേ ശരിക്കും അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. പിന്നെ കൊറിയൻ സ്കിൻ കെയർ റൂട്ടീൻ ആയതുകൊണ്ട് അവരുടെ തന്നെ മൊറിഹാന എന്ന് പറഞ്ഞിട്ട് ഒരു വിറ്റമിൻ C ക്രീം ഉണ്ട് കേട്ടോ. ഗ്ലൂട്ടാത്തൈനൊക്കെ ഉള്ള ഒരു ക്രീമാണ്. ഒരു മോയ്സ്ചറൈസർ ഏതാണെങ്കിലും മതി. ഞാൻ ആ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ആയതുകൊണ്ടാണ് ആ ഒരു മോയ്സ്ചറൈസർ ഇട്ടത്, വിറ്റമിൻ C ഉള്ള. എന്നിട്ട് ഞാൻ ഒന്ന് മസാജ് ചെയ്ത് ഈ ഒരു ജെയ്ഡ് റോളർ വെച്ചിട്ട് മുഖം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടോ. ഇങ്ങനത്തെ ഈ ഒരു സ്റ്റെപ്സിൽ വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ജെയ്ഡ് റോളർ വെച്ചിട്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ, ശരിക്കും നല്ലതാണ്. എനിക്ക് വല്ലാണ്ട് കൂടി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ജസ്റ്റും പറഞ്ഞു ജസ്റ്റിനും വേണം മോയ്സ്ചറൈസർ എന്ന്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ടാറ്റാ.